ഈ കേസിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് ചില പിഴവുകളുണ്ടോ എന്ന സംശയം കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ കോടതിക്ക് ഈ വിധിന്യായത്തിലേക്ക് എത്താൻ കണ്ടെത്തിയ കാരണങ്ങളാണോ, അത് കോടതിയുടെ നിലപാടുകളാണ്, കോടതിയുടെ കണ്ടെത്തലുകളാണ്, നമുക്കത് ചോദ്യം ചെയ്യാനാവില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിജീവിതയാവട്ടെ, അവരെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കെല്ലാം ഈ കോടതി വിധിയിൽ സംശയമുണ്ട്, അവർ തൃപ്തരല്ല എന്നതാണ് സാഹചര്യം. എന്തായാലും കോടതി വിധി അതിൻ്റെ സാഹചര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി 1700 പേജുകളിലധികമുള്ള ഈ കോടതി വിധിന്യായത്തിൽ കടന്നു പോകുമ്പോൾ മറ്റ് ചില പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഗൂഢാലോചനയുടെ ഭാഗമായി പ്രോസിക്യൂഷൻ ഉന്നയിച്ച 7 പ്രധാനപ്പെട്ട വാദങ്ങൾ ഈ കോടതി തള്ളിക്കളയാണ്. ദിലീപിനെയും പൾസർ സുനിയെയും ബന്ധിപ്പിക്കുന്ന 7 ഗൂഢാലോചന വാദങ്ങളാണ് വിചാരണ കോടതി തെളിവില്ലെന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് തള്ളിക്കളഞ്ഞത്. ദിലീപും പൾസറും തമ്മിൽ കണ്ടതായി പ്രോസിക്യൂഷൻ സാക്ഷികൾ മൊഴി നൽകാത്തതും ദിലീപിനെ കുറ്റവിമുക്തനാക്കുന്നതിന് കാരണമായി കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ദിലീപും പൾസറും ഒരേ സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിലും ഗൂഢാലോചന തള്ളി നടത്തിയെന്ന് പ്രോസിക്യൂഷന് തെളിയിക്കാനായില്ലെന്നും ഈ വിധിയിൽ പരാമർശിച്ചു പോകുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രോസിക്യൂഷൻ്റെ കണ്ടെത്തൽ, എന്തൊക്കെയായിരുന്നു, കോടതി തള്ളിക്കളഞ്ഞത് എന്തായിരുന്നു എന്ന കാര്യം കൂടി നമുക്ക് വിശദമായി തന്നെ നോക്കാം. ഈ വിധി ന്യായങ്ങൾ 1700 പേജുള്ള ഈ വിധിന്യായം വിശദമായി പരിശോധിച്ചു. അതിൽ കടന്നു വരുമ്പോഴാണ് നമുക്കിതിൻ്റെ സാഹചര്യങ്ങൾ ബോധ്യപ്പെടുന്നത്. മഞ്ജുഷ് ഗോപാൽ ഉണ്ട്. മഞ്ജുഷ്, 1700 പേരുടെ വിധിയാണ്. നമുക്കിതുവരെയും ആ വിധിന്യായത്തിൻ്റെ പൂർണ്ണമായ ഉള്ളടക്കത്തിലേക്ക് പോകാനാവില്ല, കാരണം ഇത് വായിച്ചു തീരേണ്ടതുണ്ട്. പലപ്പോഴും അഭിഭാഷകരടക്കം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഗൂഢാലോചന ആരോപണം അതിജീവിത, അവരോടൊപ്പം നിൽക്കുന്ന മഞ്ജുവാര്യർ അടക്കമുള്ളവർ ഗൂഢാലോചന ആരോപണം വീണ്ടും ഉന്നയിക്കുകയാണ്. കോടതി വിധികൾ തൃപ്തരല്ലെന്ന് പറയുന്നു. പക്ഷേ വിധിന്യായത്തിൽ അക്കമിട്ട് നിരത്തി പൂർണ്ണമായും നിരാകരിക്കുകയാണോ ഈ ഗൂഢാലോചന വാദം? അതിന് കോടതി കണ്ടെത്തുന്ന ന്യായങ്ങൾ എങ്ങനെയാണ്? സൈത്ത് നേരത്തെ ശ്രീലക്ഷ്മിയുടെ കാര്യം പറഞ്ഞപ്പോൾ അത് അന്വേഷിക്കാത്ത കാരണങ്ങളുടെ പട്ടികയിലാണ് കോടതി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആളെ പറ്റി പ്രോസിക്യൂഷനും പോലീസും ഒന്നും അന്വേഷിക്കാത്തത്, പോലീസ് അന്വേഷിക്കാത്തത് എന്നാണെങ്കിൽ പോലീസും പ്രോസിക്യൂഷനും കണ്ടെത്തിയ തെളിവുകൾ, പോലീസ് കണ്ടെത്തി പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ച തെളിവുകൾ എന്തുകൊണ്ടാണ് കോടതി നിരാകരിച്ചത്? ഇതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ ദിലീപും പൾസർ സുനിയുമായി നേരിട്ട് ഗൂഢാലോചന നടത്തി, നടിയെ ആക്രമിക്കുന്നതിന് വേണ്ടി, ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടി, കൂട്ടബലാത്സംഗത്തിനായി, ഇത് ആണല്ലോ തെളിയിക്കേണ്ടത്. ആ ഗൂഢാലോചന 7 വാദങ്ങളായിട്ടാണ് കോടതി ഉന്നയിച്ചത്. അതായത് 7 സ്ഥലങ്ങളിൽ ഈ ഗൂഢാലോചനയ്ക്കൊപ്പം തന്നെ പണം കൈമാറലുമുണ്ട് കേട്ടോ. അതിനകത്ത് 2 പണം കൈമാറലാണ്, ബാക്കി 5 ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ്. 5 തവണ നേരിട്ട് ഈ കൃത്യം നിർവഹിക്കുന്നതിന് വേണ്ടി ദിലീപും പൾസർ സുനിയുമായി ഗൂഢാലോചന നടത്തി. 2 അത് ഒരിടത്ത് ദിലീപ് പൾസർ സുനിക്ക് പണം നൽകി, മറ്റൊരിടത്ത് നാദിർ ഷാ പൾസർ സുനിക്ക് പണം നൽകി. ഇങ്ങനെ 7 സ്ഥലങ്ങളാണ് കൃത്യമായിട്ട് കണ്ടെത്തി അവിടെ സാക്ഷികളെ നിരത്തി പ്രോസിക്യൂഷൻ വാദിച്ചത്. പോലീസിന്റെ കണ്ടെത്തലുകളും അങ്ങനെയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൾസർ സുനിയുമായിട്ട് ദിലീപിന് ബന്ധമുണ്ട്, അതായത് ഇവർ തമ്മിൽ പരിചയമുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി പോലീസ് കണ്ടെത്തി പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചത് 2013 വർഷത്തിൽ തുടക്കത്തിൽ ജനുവരി അവസാനവും ഫെബ്രുവരി ആദ്യവും ആലപ്പുഴയിൽ നടന്ന സൗണ്ട് തോമ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. ഇവിടെ വെച്ചാണ് പൾസർ സുനിയും ദിലീപുമായിട്ടുള്ള ബന്ധം വരുന്നത്. അതെങ്ങനെ ഇവർ തമ്മിൽ ഇത്ര അടുത്ത ബന്ധമുണ്ടായി എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി പോലീസ് കണ്ടെത്തി പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചത് ആ സിനിമയുടെ സെറ്റിൽ വെച്ച് പൾസർ സുനി ചില തർക്കങ്ങൾ പരിഹരിച്ചു. അവിടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ചില ആളുകൾ വന്ന് പ്രശ്നമുണ്ടാക്കി. ഈ സൗണ്ട് തോമയുടെ കുട്ടനാട്ടിലെ സെറ്റിൽ ചില ആളുകൾ വന്ന്, ലോക്കൽസായ കുറേ ആളുകൾ വന്ന് പ്രശ്നമുണ്ടാക്കി. പക്ഷേ അവിടെ പൾസർ സുനി അവരെ നേരിട്ടു. അങ്ങനെ ആ പ്രശ്നം ഒതുക്കി. അങ്ങനെ ഈ പൾസർ സുനിയെ ദിലീപിന് ഇഷ്ടപ്പെട്ടു. പിന്നീട് ഇവർ തമ്മിലുള്ള ആ ബന്ധം തുടർന്നു. കൊള്ളാമല്ലോ ഈ പൾസർ സുനി, ഇയാളെ കൂടെ നിർത്തുന്നത് നന്നായിരിക്കും എന്നുള്ള ഒരു ബോധ്യം ദിലീപിനുണ്ടായി. അങ്ങനെ പൾസർ സുനിയുമായിട്ട് സംസാരിച്ചു. പിന്നെ കൂടെ ഇവർ തമ്മിൽ സംസാരിക്കുന്നു, അവർ തമ്മിൽ അടുത്ത ബന്ധം ഉണ്ടാകുന്നു. ഇതായിരുന്നു പൾസർ സുനിയും ദിലീപുമായുള്ള ബന്ധം തുടങ്ങിയത് എങ്ങനെയെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി പോലീസ് കണ്ടെത്തി പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. ശരിയായിരുന്നു. സൗണ്ട് തോമ സിനിമയുടെ സെറ്റിൽ മുകേഷിന്റെ ഡ്രൈവറായിട്ട് പൾസർ സുനി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലീസ് വാദിച്ചു. പക്ഷേ അവിടെ മുകേഷ് നൽകിയ മൊഴി എന്ന് പറയുന്നത് ഇങ്ങനെയൊരാൾ, പൾസർ സുനി എന്നുള്ള ഒരാൾ എൻ്റെ ഡ്രൈവറായിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ സിനിമയുടെ സെറ്റിൽ എന്നെ കൊണ്ടുവന്നത് മറ്റൊരാളാണെന്നാണ് എൻ്റെ ഓർമ്മ, കാരണം അത് ഷൂട്ടിംഗ് ലൊക്കേഷനിലെ വണ്ടിയായിരുന്നു, എൻ്റെ കാർ അല്ല ഞാൻ ഉപയോഗിച്ചത് എന്നാണ് മുകേഷ് പറഞ്ഞത്. പിന്നെ ഈ സുനിയെ എനിക്ക് ഓർമ്മയില്ല എന്നും മൊഴി നൽകി. അതോടുകൂടി തന്നെ പോലീസിൻ്റെ ഒരു വാദം പൊളിയുകയായിരുന്നു, പ്രോസിക്യൂഷൻ്റെ വാദം പൊളിയുകയായിരുന്നു എന്ന് കോടതി പറയുന്നു. അതേസമയത്ത് തന്നെ കോടതി പറഞ്ഞ കാര്യം, ഈ പറയുന്ന അവിടെ ഒരു തർക്കം നടന്നു എന്നുള്ള കാര്യം, ആ
തർക്കം നടന്നു എന്നുള്ള കാര്യവും അതിൽ പൾസർ സുനി ഇടപെട്ട് പരിഹരിച്ചു, അങ്ങനെ ദിലീപിന് അത് ഇഷ്ടമായി എന്നുള്ള കാര്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ചില വൗച്ചറുകൾ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഓരോ ആൾക്കും നൽകിയ വൗച്ചറുകൾ ഉണ്ടല്ലോ, ഈ എന്തെങ്കിലും ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് നൽകുന്ന വൗച്ചർ, അതെല്ലാം പണം നൽകിയതിൻ്റെ വൗച്ചർ, അതിൽ ഒന്ന് ഹാജരാക്കുകയായിരുന്നു പ്രോസിക്യൂഷൻ ചെയ്തത്. അതിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, സുനി ഗുണ്ട RS 650 എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് 650 രൂപ പൾസർ സുനിക്ക് നൽകി. അത് എന്തിനു വേണ്ടി നൽകി? അങ്ങനെ അവിടെ ഒരു സഹായം ചെയ്തു കൊടുത്തു. ആ സെറ്റിൽ, സൗണ്ട് തോമയുടെ സെറ്റിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയവരെ തല്ലി ഒതുക്കുന്നതിന് വേണ്ടി ഒരു സഹായം ചെയ്തു കൊടുത്ത പൾസർ സുനിക്ക് ആ ഗുണ്ടാപ്പണി ചെയ്തതിന് 650 രൂപ കൊടുത്തതിൻ്റെ വൗച്ചർ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. പക്ഷേ അത് ദിലീപിൻ്റെ വക്കീൽ അതിനെ ഖണ്ഡിച്ചത് ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് വൗച്ചറുകൾ നൽകിയിരുന്നു, പണം നൽകിയതിൻ്റെ വൗച്ചറുകൾ ഉണ്ട് ഗ്രാൻഡ് പ്രൊഡക്ഷൻസിൻ്റെ കയ്യിൽ. അത് റെയ്ഡ് ചെയ്ത് പിടിച്ചെടുത്തപ്പോൾ ഇങ്ങനെയൊരു വൗച്ചർ കണ്ടെത്തിയിരുന്നു. 650 രൂപ സുനിൽ കുമാർ ഗുണ്ട എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നു. പക്ഷേ അങ്ങനെ കൊടുത്തത് അത് ഗുണ്ടാപ്പണി ചെയ്ത ഒരാൾക്ക് കൊടുത്തതല്ല, മറിച്ച് അത് കൊടുത്തത് അവിടെ ഗുണ്ടയായിട്ട് ആ സിനിമയിൽ അഭിനയിച്ച് സുനിൽകുമാർ എന്നൊരാൾക്ക് കൊടുത്ത 650 രൂപയുടെ വൗച്ചറാണെന്നാണ്. അത് തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ കൃത്രിമ തെളിവായിട്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി എന്നാണ്. ഇതിന് ബൈജു പൗലോസിനോട്, ആ അന്വേഷണ ഉദ്യോഗസ്ഥനോട് കോടതി ഇക്കാര്യം ചോദിച്ചപ്പോൾ ബൈജു പൗലോസിനും ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ കഴിഞ്ഞില്ല എന്നതാണ് ഈ തെളിവ് തള്ളിക്കളയുവാൻ കോടതിയെ പ്രേരിപ്പിച്ചത്. അങ്ങനെ ഒരു അന്വേഷണം നടന്നില്ല അതിനെ പിന്നെ. കാരണം അതേ വൗച്ചർ, ആ വൗച്ചറിൻ്റെ ആ ബണ്ടിലിൽ തന്നെ, റെയ്ഡ് ചെയ്ത് പിടിച്ചെടുത്തതിൽ തന്നെ മറ്റ് ചില പേരുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ബിനീഷ് എന്നുള്ള ഒരാൾക്ക്, ബിനീഷ് ഗുണ്ട 650 രൂപ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അന്വേഷിച്ചപ്പോൾ ആ ഒരു ഗുണ്ടയായിട്ട് അഭിനയിച്ച ബിനീഷ് എന്നയാൾക്ക് കൊടുത്തതാണ്. അതുപോലെ സുനിൽകുമാർ എന്നയാൾക്ക് കൊടുത്തതാണ് 650 രൂപ. അതല്ലാതെ അത് പൾസർ സുനി അവിടെ ഗുണ്ടാപ്പണി ചെയ്തതിന് കൊടുത്തതല്ല എന്ന് പറഞ്ഞതോടുകൂടി അപ്പോൾ കോടതി പരിഹസിക്കുകയായിരുന്നു ഇക്കാര്യത്തിൽ. അങ്ങനെ കോടതി ആ ഒരു വാദം അംഗീകരിച്ചില്ല. അത് മാത്രമല്ല, ഇനി പൾസർ സുനി സൗണ്ട് തോമയുടെ സെറ്റിൽ വന്നിരുന്നു എന്ന് കരുതുക, എങ്കിൽ പോലും ദിലീപുമായിട്ട് നേരിട്ട് സംസാരിച്ചതിനോ ദിലീപിനായി ബുക്ക് ചെയ്ത ഹോട്ടൽ മുറിയിൽ പൾസർ സുനി വന്നതിനോ ഒരു തെളിവും ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ഇക്കാര്യം പൂർണ്ണമായിട്ടും നിരാകരിച്ചിരിക്കുന്നത്. അതായത് പ്രോസിക്യൂഷന്റെ ആദ്യ വാദം എന്ന് പറയുന്നത് പൾസർ സുനിയും ദിലീപുമായിട്ട് ബന്ധമുണ്ടായത് ഈ പറയുന്ന സിനിമയുടെ, സൗണ്ട് തോമയുടെ സെറ്റിലാണ് എന്നുള്ള വാദം കോടതി ഒറ്റയടിക്ക് നിരാകരിക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ സഹിതം നമുക്കറിയാം അബാദ് പ്ലാസയിൽ നടന്ന ഗൂഢാലോചന. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്, 410 നമ്പർ മുറി എന്നുള്ളത്. അതായത് ഈ സൗണ്ട് തോമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞാണ് മഴവിൽ അഴക് അമ്മ എന്നുള്ള ഷോയുടെ റിഹേഴ്സൽ അബാദ് പ്ലാസയിൽ നടന്നത്. ആ സമയത്താണ് നിർണായകമായ കൂടിക്കാഴ്ച നടന്നത് എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. 410 നമ്പർ മുറിയിൽ വെച്ച് ഗൂഢാലോചന നടത്തുകയും 1.5 കോടി രൂപ പറഞ്ഞുറപ്പിക്കുകയും ചെയ്തു ഈ കൊട്ടേഷന് വേണ്ടി എന്നുള്ളതാണ്. അത് നടന്നത് 2013, ആ വർഷവും കൂടി ഓർക്കണം, 2013 മാർച്ച് 28-നും ഏപ്രിൽ 2-നും ഇടയ്ക്കുള്ള ആ സമയങ്ങളിലാണ്. കൃത്യമായിട്ട് ഡേറ്റ് പറയുന്നില്ല എങ്കിലും ഈ സമയത്താണ് അബാദ് പ്ലാസയിൽ പൾസർ സുനി ചെല്ലുകയും 410 നമ്പർ മുറിയിൽ വെച്ച് ഗൂഢാലോചന നടത്തുകയും 1.5 കോടി പറഞ്ഞുറപ്പിച്ചതും എന്നാണ്. പക്ഷേ അവിടെ സാക്ഷിമൊഴികൾ ഇല്ലാത്തത് പ്രോസിക്യൂഷന് തിരിച്ചടിയായി. എന്തുകൊണ്ട് സാക്ഷിമൊഴികൾ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ, സിദ്ദിഖ് ഉണ്ടായിരുന്നു അവിടെ സാക്ഷിയായിട്ട്, ഇടവേള ബാബു, അങ്ങനെയുള്ളവരൊക്കെ മൊഴി നൽകിയത് പ്രോസിക്യൂഷന് എതിരായിട്ടായിരുന്നു. കാരണം പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് അബാദ് പ്ലാസയിൽ നടക്കുന്ന റിഹേഴ്സലിനിടയിലേക്ക് കയറി വരാൻ ഞങ്ങൾ അനുവാദം കൊടുത്തിരുന്നില്ല, അതായത് അമ്മ അനുവാദം കൊടുത്തിരുന്നില്ല എന്നുള്ള കാര്യം ഇവർ കോടതിയിൽ പറയുകയായിരുന്നു. അത് പിന്നെ ഇനിയിപ്പോൾ അവിടെ പങ്കെടുക്കുന്ന താരങ്ങൾ പറഞ്ഞിട്ട് ആർക്കെങ്കിലും സ്പെഷ്യൽ പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും അറിയില്ല എന്ന മറുപടിയാണ് വന്നത്. പിന്നെ ഒറ്റ കാര്യമുണ്ടായിരുന്നു, ഒരു സുഹൃത്ത് പൾസർ സുനിക്കൊപ്പം അവിടെ വരികയും ആ സുഹൃത്ത് മൊഴി നൽകി പൾസർ സുനി അബാദ് പ്ലാസയിലേക്ക്, എറണാകുളത്തെ അബാദ് പ്ലാസയിലേക്ക് കയറി പോകുന്നത് ഞാൻ കണ്ടിരുന്നു. അത് ഈ ഷോയുടെ ടിക്കറ്റിന് വേണ്ടിയായിരുന്നു. അവിടെ ഒരാൾ ടിക്കറ്റ് എനിക്ക് നൽകും, ആ ടിക്കറ്റുമായിട്ട് ഞാൻ മടങ്ങി വരാം, ഷോയുടെ ടിക്കറ്റുമായിട്ട് മടങ്ങി വരാം എന്ന് പറഞ്ഞ് പൾസർ സുനി കയറിപ്പോകുന്നത് കണ്ടു എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ പൾസർ സുനി ആ പോയത് ദിലീപിനെ കാണാനാണെന്നോ ദിലീപിൽ നിന്ന് ടിക്കറ്റ് വാങ്ങി വരാനായിരുന്നതാണെന്നോ ദിലീപും പൾസർ സുനിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നതാണെന്നോ തെളിയിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം കോടതി പറയുകയാണ്. അവിടെ പ്രോസിക്യൂഷൻ വാദിച്ച കാര്യം 410 നമ്പർ മുറിയിൽ ഉണ്ടായിരുന്നു ദിലീപും പൾസർ സുനിയും, അവിടെ ഗൂഢാലോചന നടക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ പോരാ. ആ പറഞ്ഞത് പൾസർ സുനി ജയിലിൽ നിന്ന് അയച്ച കത്തും അതുപോലെ തന്നെ ദിലീപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ദിലീപ് കുറ്റസമ്മതം മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണല്ലോ. പക്ഷേ കോടതിയിൽ പറയുമ്പോൾ അത് കൃത്യമായിട്ട് വാദിക്കുകയും സാക്ഷികളെ ഹാജരാക്കുകയും ചെയ്യണം. പക്ഷേ ഇതൊന്നും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. CCTV ഫൂട്ടേജുകളും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യവും പറഞ്ഞുകൊണ്ട് ആ ഏറ്റവും പ്രധാനപ്പെട്ട അബാദ് പ്ലാസയിലെ ആ രണ്ടാമത്തെ ഗൂഢാലോചന തിയറിയും തള്ളിക്കളയുകയായിരുന്നു കോടതി ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കോടതി പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് 2013 ഏപ്രിലിൽ ഇങ്ങനെ ഒരു ഗൂഢാലോചന